ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് കമ്പനീസ്. കമ്പനീസ് എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് ദർ ആർ 4 സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. 4 സ്റ്റേജസ് ഉണ്ട് ഫോം ചെയ്യാൻ, ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട്. ദറ്റ് ഈസ് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ ഇൻകോർപ്പറേഷൻ കാര്യങ്ങൾ നോക്കുക, ക്യാപിറ്റൽ റേസ് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രൊമോഷൻ ഓഫ് എ കമ്പനി. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ PPT എഴുതിയിട്ടില്ല. ബുക്ക് അതിനൊപ്പം തന്നെ എടുത്ത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ പ്രൊമോഷൻ ഓഫ് എ കമ്പനിയിൽ എന്താ വരുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് നമുക്കിപ്പോ നിങ്ങളുടെ BCom കഴിഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടി നിങ്ങളെ BCom കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കുറച്ച് കുട്ടികൾ, ഗേൾസും ബോയ്സും കൂടി തീരുമാനിക്കുകയാണ്, ഇനി നമുക്ക് വല്ല ബിസിനസ് തുടങ്ങിയാലോ, കമ്പനി തുടങ്ങിയാലോ. അപ്പൊ എന്ത് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് ഒരാൾ ചോദിക്കുന്നു. നമുക്കത് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഐഡിയാസ് പറയുന്നു. എവരി കമ്പനി ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഐഡിയ കൺസീവ്ഡ്. അങ്ങനെ ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരാളുടെ തലയിൽ ഉദിച്ച ഐഡിയ വന്നിട്ടാണ്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ആകാനായിട്ട് പറ്റട്ടെ. അപ്പൊ അതിൽ ഒരാളുടെ ഐഡിയ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഐഡിയ ആയിരിക്കും. അപ്പൊ ഓരോ കമ്പനിയും അങ്ങനെ ഫോം ചെയ്യുന്നു. അപ്പൊ പ്രൊമോട്ടർ ആയിരിക്കും ഈ ഐഡിയ കൊണ്ടുവരുന്ന ആളെ പറയുന്നതാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ അദ്ദേഹം കൊണ്ടുവന്ന് കൺസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു കമ്പനി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, എനിക്കൊരു ഐഡിയ വരുന്നു, ഞാൻ ആ ഐഡിയ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അങ്ങനെ ഞാൻ അത് ഫീസിബിൾ ആയിരിക്കുമോ, പ്രോഫിറ്റബിൾ ആയിരിക്കുമോ, അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ച് അവസാനം ഞാൻ തീരുമാനിക്കും. അപ്പോ അങ്ങനെ തീരുമാനിച്ചിട്ട് പ്രോഫിറ്റബിൾ ആകും, ഫീസിബിൾ ആകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ കമ്പനി തുടങ്ങാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കും. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഡിസ്കവറിനെ പറയുന്നതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സബ്സിക്വന്റ് ഓർഗനൈസേഷൻ ഓഫ് എ ഫണ്ട്സ്, പ്രോപ്പർട്ടി ആൻഡ് മാനേജറിയൽ എബിലിറ്റി ഇൻ ടു എ ബിസിനസ് കൺസേൺ ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്സ് ദെർഫ്രം. ഇനി ആരാണ് പ്രൊമോട്ടർ? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 69 പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആരാണ്? പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഹു ഹാസ് ബീൻ നെയ്മഡ് ആസ് സച്ച് ഇൻ എ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാനാണ് ഇതിന്റെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആ വ്യക്തി. എന്താണ് പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു ഇപ്പൊ നിങ്ങളിപ്പോ കോളേജില്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, നേരെ ഏകജാലക ഏകാനം. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഓരോ കോളേജിൽ നിന്ന് നേരിട്ട് വന്ന് വാങ്ങാ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു പ്രോസ്പെക്ടസ് തരും. ഒരു ഇത് എന്താ വെച്ചാൽ ആ കോളേജിൽ നിന്നുള്ള എന്തൊക്കെയാണ്, ആ കോളേജിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും, എന്തൊക്കെ കോഴ്സസ് ആണ് അവിടെ കൊടുക്കുന്നത്, അതിന് പോയി അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ അത് തന്നെ ഏത് കോഴ്സൊക്കെയാണ് ആ കോളേജിലുള്ളതെന്നൊക്കെ നോക്കാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും, അതിനെ പറയുന്നതാണ് പ്രോസ്പെക്ടസ്. അപ്പൊ ആ പ്രോസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആരാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾ, അതൊക്കെ അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ടുള്ളതാണ് ഹു ഹാസ് കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അഫയേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആള് ഡയറക്റ്റ് ആയിട്ടായിരിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം, ഷെയർ ഹോൾഡർ ആയിട്ടായിരിക്കാം, ഡയറക്ടർ ആയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിയായിരിക്കാം. പിന്നെ ചിലർ അഡ്വൈസ് കൊടുക്കുന്നുണ്ടായിരിക്കും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും, ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയുള്ളവര്. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ആണ് ആരായിട്ട് വരുന്നത് അവിടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പുതിയ പുതിയ ഐഡിയാസ് കണ്ടെത്തുക, പ്രൊജക്ട് പ്രപ്പോസലിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, ഫിനാൻഷ്യൽ പ്ലാൻ നടത്തുക, ഇത് ഫീസിബിൾ ആയിരിക്കുമോ പ്രോഫിറ്റബിൾ ആയിരിക്കുമോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ദാറ്റ് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതോടൊപ്പം തന്നെ പ്രോസ്പെക്ടസ്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാം. എൻറ്ററിങ് ഇൻ എ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്, ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഇതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ രജിസ്റ്റർ എന്നുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രൊമോട്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ.
ഇനി പ്രൊമോട്ടറുടെ ലീഗൽ പൊസിഷൻ എങ്ങനെയുള്ളതായിരിക്കും? ഒരു കമ്പനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ലൊരു റോൾ ഉണ്ട്. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് കമ്പനിയിലെ ഒരു പെക്യുലിയർ പൊസിഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരിക്കലും ഏജന്റ് ആയിട്ട് അവിടെ വരുന്നേയില്ല. നോൺ എക്സിസ്റ്റിംഗ് എന്റിറ്റി ഉണ്ടായിരിക്കില്ല. ഏജൻസിനെ അപ്പോയിന്റ് ചെയ്യുന്നേ ഇല്ല. അതോടൊപ്പം തന്നെ ദർ ആർ ഓൾസോ നോട്ട് ദ ട്രസ്റ്റീസ് ഓഫ് ദ കമ്പനി. ഒരു ട്രസ്റ്റി ആയിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും കമ്പനിയുമായിട്ട്. അതോടൊപ്പം തന്നെ നല്ല ട്രസ്റ്റ് ഉണ്ടായിരിക്കും, കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. പ്രൊമോട്ടേഴ്സ് എപ്പോഴും അവരുടെ ഡീലിങ്സിൽ, കമ്പനിയുമായിട്ടുള്ള ഡീലിങ്സിൽ എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കും. അവര് ഒരിക്കലും സീക്രട്ട് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നേയില്ല. ഫുൾ എല്ലാ കാര്യങ്ങളും അവര് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ആരൊക്കെയാണോ കമ്പനിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവരോടൊപ്പം നിൽക്കുന്നത് അവരോട് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇനി ലൈബിലിറ്റി ഓഫ് പ്രൊമോട്ടേഴ്സ് എപ്പോഴൊക്കെയാണ് ലൈബിൾ ആകുന്നത്? സെക്ഷൻ 26 അതിൽ പറയുന്നത് ലൈബിൾ ആകുമെന്നുള്ളത്. അതായത് പ്രോസ്പെക്ടസിൽ പറയുന്ന കാര്യങ്ങളിൽ നുണ എന്തെങ്കിലും എഴുതി വെക്കുക, ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പനിഷബിൾ ആയിരിക്കും. പ്രൊമോട്ടർ ഹു ഫൗണ്ട് ടു ബി ഗിൽറ്റി ഫ്രോഡ്, നേരത്തെ പറഞ്ഞല്ലോ ഹോണസ്റ്റ് ആയിരിക്കണം. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ഫ്രോഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഇംപ്രിസൺമെന്റ് ഉണ്ടാകുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ആയിരിക്കും. സെക്ഷൻ 35 പറയുന്നു, എ പേഴ്സൺ ഹാസ് സബ്സ്ക്രൈബ്ഡ് ഫോർ സെക്യൂരിറ്റീസ് ഓഫ് കമ്പനി ആക്ടിംഗ് ഓഫ് എനി സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ് വിച്ച് ഈസ് മിസ്ലീഡിംഗ്. ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ ഷെയർസ് എടുക്കാനായിട്ട് നോക്കുന്നു, അതിന്റെ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയിട്ട് അപ്പൊ ഒരിക്കലും ആ പ്രോസ്പെക്ടസിൽ എങ്ങനെയാകാൻ പാടില്ല, മിസ്ലീഡ് ചെയ്യുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല, ഞാൻ അത് എടുത്തിട്ട് എനിക്ക് ലോസ് ഉണ്ടാകാൻ പാടില്ല, ഡാമേജ് അങ്ങനെ. പക്ഷെ ഞാൻ അതിലുള്ളതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ അങ്ങനെയൊന്നും അങ്ങനെ അല്ലാതിരുന്നെങ്കിൽ ആ പ്രൊമോട്ടർക്കാണ് അതിന്റെ എല്ലാ ലയബിലിറ്റിയും വരുന്നത്. അതുപോലെ പേഴ്സണൽ ആയിട്ട് അദ്ദേഹം ലയബിൾ ആകുന്നത് അദ്ദേഹം ആരെങ്കിലുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ശരിക്ക് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ. അതോടൊപ്പം തന്നെ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻസ് ലിക്വിഡേറ്റർക്ക് കൊടുക്കുന്നത് ദ കോർട്ട് മേ മേക്ക് പ്രൊമോട്ടർ ലൈബിൾ ഫോർ മിസ് ഫീസൻസ് ഓർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രോഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ എനിവേ ഹോണസ്റ്റ് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ട് പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നതായിരിക്കും? പനിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ലയബിലിറ്റി ഉണ്ടായിരിക്കും. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. എത്ര ടൈപ്സിലുള്ള പ്രൊമോട്ടേഴ്സ് ഉണ്ട്? പ്രൊമോട്ടേഴ്സ് 4 തരത്തിലുണ്ട്. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, എന്റർപ്രനർ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യർ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? 4 തരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് ഉണ്ട്. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, എന്റർപ്രനർ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഫിനാൻഷ്യർ പ്രൊമോട്ടേഴ്സ്. എന്താണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്? ദീസ് ആർ ഫേംസ് വിച്ച് സ്പെഷ്യലൈസ് ഇൻ കമ്പനി പ്രൊമോഷൻ. കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുള്ളവര്. അവര് അതിന്റെ ഇൻകോർപ്പറേഷൻ, ഫ്ലോട്ടേഷൻ ഓഫ് ഒക്കെ ചെയ്യുന്നത് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടായിരിക്കും. അവർക്ക് ഒരിക്കലും മാനേജ്മെന്റിലൊന്നും താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ അവർ ആ ഏരിയയിൽ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും. അവരുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. ഇനി എന്റർപ്രനർ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ദർ ആർ ബോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് എന്റർപ്രനേഴ്സ്. അവർ പ്രൊമോട്ടേഴ്സ് ആയിരിക്കും, അതോടൊപ്പം തന്നെ എന്റർപ്രനേഴ്സ് ആയിരിക്കും. ദേ കൺസീവ് ദി ഐഡിയ ഓഫ് എ ന്യൂ വെഞ്ചർ. അവര് എന്റർപ്രനർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തുന്നവരെയാണ് എന്റർപ്രനർ എന്ന് പറയുന്നത്. അപ്പൊ അവരെപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് അവര് വരുന്നതാണ്. പിന്നെ ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ദീസ് ആർ പ്രൊമോട്ടേഴ്സ് ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ പ്രൊമോഷൻ വർക്ക്. റെഗുലർ ആയിട്ടൊന്നും അവർ ചെയ്യുകയില്ല. എപ്പോഴൊക്കെയാണ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അപ്പോൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് സം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് മേ ടേക്ക് അപ്പ് ദ പ്രൊമോഷൻ ഓഫ് ദി കമ്പനി, ഫൈൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്ന പ്രൊമോട്ടേഴ്സിനെയാണ് ഫിനാൻഷ്യർ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് ഉണ്ട്. പ്രൊഫഷണൽ എന്റർപ്രനേഴ്സ്, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, എന്റർപ്രനർ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അടുത്തത് നാളെ എടുക്കാം കേട്ടോ. ഓക്കെ.